ദേവി നമഃ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം പ്രഥമസ്കന്ധം 5-ാമത്തെ അധ്യായം 72 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 73-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. അമ്മയെ സ്തുതിച്ച വേദങ്ങൾക്ക് മുമ്പിൽ അമ്മ പ്രത്യക്ഷയായിട്ട് അശരീരിണിയായിട്ടാണ് വാക്ക് പറഞ്ഞത്. ഇപ്പോൾ പ്രത്യക്ഷമായോ ചോദിച്ചാൽ ഇല്ല, പക്ഷേ എങ്കിലും പ്രത്യക്ഷമായ പോലെയാണ് അമ്മ സ്തുതിക്കുകയാണ്. അമ്മ അനുഗ്രഹിച്ച് വരം കൊടുക്കുകയാണ്. എന്തിനാണ് വിഷ്ണുവിൻ്റെ തല പോയത്? വിഷ്ണുവിൻ്റെ തല പോയതിന് 2-3 കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങളെക്കുറിച്ച് പറയാം. ഹയഗ്രീവനെ കൊല്ലണം, പിന്നെ ഈ ഹൈഹയവംശ സ്ഥാപനം വേണം, അങ്ങനെ പലതുമുണ്ട്. കാരണമില്ലാതെ ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ കാരണം എന്നുള്ളത് ഇനി പറയാൻ പോവുകയാണ്. അമ്മയുടെ അനുഗ്രഹ വാക്കുകളായിട്ട് പറയുകയാണ്. ഓം 73-ാമത്തെ ശ്ലോകം. ഓം ശൃണോതി വാ സ്തോത്രമിദം മദീയം ഭക്തിയാ ത്രികാലം സതതം നരോയ വിമുക്ത ദുഃഖ സ ഭവേൽ സുഖീ ച വേദോക്തമേതന്നനു വേദതുല്യം. അപ്പോൾ ഈ വേദതുല്യമായിട്ടുള്ള കേൾക്കുന്നത് ആരിങ് അഥവാ മദീയമാമീ സ്തവം ഭക്തിയോടും ത്രികാലം ദുഃഖങ്ങൾ തീർന്നെത്തും അവനു സൗഖ്യം വേദോക്തമാമീ സ്തുതി വേദതുല്യം. അപ്പോൾ വേദതുല്യമായിട്ടുള്ള ഈ വേദങ്ങൾ സ്തുതിച്ചതായിട്ടുള്ള ഈ എന്നെ ആവശ്യം പറഞ്ഞുകൊണ്ടാണ് സ്തുതിച്ചതെങ്കിലും ബ്രഹ്മം എന്നുള്ള നിലയ്ക്കാണ് കണ്ടത്. അങ്ങനെ സ്തുതിച്ചായിട്ടുള്ള ഈ സ്തുതി, വേദതുല്യമായിട്ടുള്ള സ്തുതി ആരാണോ കേൾക്കുന്നത്, കേൾപ്പിക്കുന്നത്, സ്ഥിരമായിട്ട് ഉപാസന ചെയ്യുന്നത്, അവർക്ക് എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പാപങ്ങളും കാമവാക്കി കർമ്മവാക്കി ഒക്കെ തീരും. അങ്ങനെ മുക്തി കിട്ടും, ഇവിടെ സുഖവും കിട്ടും. വേദങ്ങൾ ചെയ്ത ഈ സ്തുതി വേദതുല്യമാണ് എന്ന് പ്രമാണവും പറഞ്ഞു അമ്മ. ശൃണ്വന്തു കാരണം ചാദ്യായദ്ഗതം വദനം ഹരേഹേ അകാരണം കഥം കാര്യം സംസാരേത്ര ഭവിഷ്യതി. എന്തുകൊണ്ടാണ് ഹരിയുടെ ശിരസ് ഇപ്പോൾ പോയത് എന്ന് ഞാൻ പറയാം, കേട്ടോളൂ. ഈ സംസാരത്തിൽ കാരണമില്ലാതെ കണ്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല. പ്രമാണം. 74-ാമത്തെ ശ്ലോകം ഒരു പ്രമാണമാണ്. ഹരിതൻ തലയറ്റിയിടാനിനി കാരണമോതുവൻ ഇല്ല, കാരണമില്ലാതെ കാര്യമൊന്നും ജഗത്തിതിൽ. കാരണമില്ലാതെ കണ്ട് ഒരു കാര്യവും ഇവിടെ സംഭവിക്കുകയില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് സുഖം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി അതിൻ്റെ ഫലമാണ്, ദുഃഖം കിട്ടിക്കഴിഞ്ഞാൽ അത് ഭഗവതി ചെയ്ത കുഴപ്പമാണ് എന്നും പറയും. അത് നമ്മുടെ കുഴപ്പമല്ല, ഞാൻ അത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇതല്ലേ തന്ന എന്നുള്ള. അപ്പം അങ്ങനെയില്ല. ഇതിൻ്റെ കാരണം പൂർവ്വജന്മകൃതത്തിലുണ്ട്. അതിൻ്റെ ദുഃഖം നമ്മളിപ്പോൾ അനുഭവിക്കണമെന്നേ ഉള്ളൂ. അതാണ്. ഇനി തന്നന്തികസ്ഥയാം ആഴിമംഗതൻ രമ്യമാം മുഖം നോക്കി ചിരിച്ചാനൊരു നാൾ ലക്ഷ്മീകാന്തൻ ജഗൽ പ്രഭു. രമയോർത്താൾ എന്നെ നോക്കി ചിരിക്കാൻ എന്തുവാൻ പ്രഭു, നൂനം വിരൂപമായി കാണാൻ എന്തുവാൻ എൻ മുഖം ഹരി. ഹേതുവില്ലാതെ താൻ ഉണ്ടായി വരുമോ ചിരി ഓർക്കുകിൽ, സപത്നിയായും ഉണ്ട് ഇവൻ നിന്ന് അന്യയെന്നായി നിനപ്പു ഞാൻ എന്ന് കോപം പൂണ്ടു തമോ രൂപയായി തീർന്നു ലക്ഷ്മിയാൾ. താമസീ ശക്തി അന്നേരം അദ്ദേഹത്തിലും ഏറിനാൾ ദുഷ്കാല വൈഭവം കൊണ്ടും സുരകാര്യാർത്ഥമായുമേ ഉഗ്രയാം താമസീ ശക്തി ആവേശിച്ചതു ലക്ഷ്മിയിൽ. താമസീ ശക്തി സമ്പർക്കം കൊണ്ട് കോപാന്ധയായി രമ പതുക്കെ ചൊന്നിതീ വണ്ണം വീണു പോകട്ടെ നിന്തലാം. ആദ്യത്തെ ശാപം അതാണ്, തല പോകാനുള്ള കാരണം എന്ന് പറയാണ്. എന്താത്? ലക്ഷ്മി ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. പാർവതിയും അതേപോലെ തന്നെ മഹാദേവന്റെ മുഖത്ത് നോക്കിയിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. എന്താത്? ഇവര് ഹാലാഹലന്മാരെന്ന് പറയായിട്ടുള്ള ഒരു സംഘം അസുരന്മാരെ 60,000 കൊല്ലം ഈ വിഷ്ണുവും ശിവനും കൂടി യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് സ്വർഗം വീണ്ടെടുത്ത് ഇന്ദ്രന് കൊടുത്തു. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും കഴിവാണ് എന്ന് സ്വയമേവ അഹങ്കരിച്ചിട്ടാണ് അവർ പത്നിമാരുടെ അടുത്ത് എത്തിയത്. അപ്പോൾ പത്നിമാർ ഇവരുടെയും മനോഭാവം കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ഒന്നിങ്ങനെ ഉള്ളിലെ ചിരിച്ചുള്ളൂ, പുറമേക്ക് ചിരിച്ചില്ല. പക്ഷേ ശിവനും വിഷ്ണുവും ഇവരെ നോക്കിയിട്ട് ചിരിച്ചു. അത് കളിയാക്കി ചിരിക്കുന്നതാ. പറയുകയും ചെയ്തു, ഞങ്ങളുടെ കഴിവ് കൊണ്ട് യുദ്ധം ജയിച്ചു എന്ന്. നോക്കണേ, അപ്പോൾ ഞങ്ങളെ കളിയാക്കി ചിരിക്കാൻ തോക്കൊണ്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? എന്നാൽ ദാ ടാറ്റ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി.
ലക്ഷ്മി പോണ പോക്കിൽ പറഞ്ഞു, വീണു പോകട്ടെ നിൻ തല. തല പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചിട്ടാണ് പോയത്. ആലോചിക്കണേ. ഇങ്ങനെ ഈ ലക്ഷ്മി ഭഗവാനെ ഇപ്രകാരത്തിൽ ശപിച്ചപ്പോൾ ഭഗവാൻ ലക്ഷ്മിയെയും ഇതേപോലെ ശപിച്ചിട്ടുണ്ട് കേട്ടോ, കുതിരയാവട്ടെ എന്ന്. അപ്പോൾ ഭഗവാന്റെ ഈ ശാപം കുതിരയാവട്ടെ എന്നും ലക്ഷ്മിയുടെ ശാപം തല വീണു പോകട്ടെ എന്നും. വീണുപോയ തല കുതിര തല വെച്ചിട്ടാണ് ഹയഗ്രീവനാക്കിയത്. ആ ഹയഗ്രീവനാണ് ഈ കുതിരയാവട്ടെ എന്ന് ലക്ഷ്മി ശപിച്ചപ്പോൾ ശാപമോക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ കുതിരയായിട്ട് വരും, അന്ന് എനിക്ക് നിന്നിൽ ഒരു ഉണ്ണി ഉണ്ടാവും, ഏകവീരൻ. ആ ഏകവീരൻ ഉണ്ടാവുമ്പോൾ ഹയഗ്രീവൻ്റെ ഉണ്ണിയായിട്ടാണ്. അപ്പോൾ തുർവസുവിന് വളർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉണ്ണിയാണ്. അതുകൊണ്ട് ഹൈഹയ വംശം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അന്ന് നിനക്ക് ശാപമുക്തി. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? വീണു പോകട്ടെ നിൻ തല. ദേവി ലക്ഷ്മി ശപിച്ചു, എന്ത്? ഞങ്ങളെ കളിയാക്കണ്ട എന്ന്. അതാണ്. നമുക്ക് നോക്കാം. ശൃണ്വന്തു കാരണം ചാദ്യ യദ്ഗതം വദനം ഹരേഹേ അകാരണം കഥം കാര്യം സംസാരേ എത്ര ഭവിഷ്യതി. എന്തുകൊണ്ടാണ് ഹരിയുടെ ഈ ശിരസ് ഇപ്പോൾ പോയത് എന്ന് കേട്ടോളൂ. സംസാരത്തിൽ കാരണമില്ലാതെ കണ്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല. ഉദധേ സ്തനയാം വിഷ്ണു സംസ്ഥിതാമന്തികേ പ്രിയാം ജഹാസാവദനം വീക്ഷ്യ തസ്യാസ്തത്ര മനോരമം. ഒരിക്കൽ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള പത്നിയെ മഹാവിഷ്ണു ലക്ഷ്മിയെ കുറച്ചൊരു ആകർഷകമായിട്ടുള്ള മുഖത്ത് നോക്കിക്കൊണ്ട് വിഷ്ണു ഒന്നിങ്ങനെ കളിയാക്കി ചിരിച്ചു എന്നാണ്. തയാജ്ഞാതം ഹരിർനൂനം കഥം മാം ഹസതി പ്രഭു വിരൂപം ഹരിണാ ദൃഷ്ടം മുഖം മേ കേന ഹേതുന. ഈ പ്രഭുവായിട്ടുള്ള ഭഗവാൻ ഹരി തീർച്ചയായും മറ്റെന്തോ കാരണം കൊണ്ടാണ് തന്നെ നോക്കി ഇങ്ങനെ പരിഹസിക്കുന്നത് എന്ന് ലക്ഷ്മി ദേവിക്ക് തോന്നി. എന്തോ ഒരു കാരണം. ആ കാരണം എന്താണെന്നിട്ട് മനസ്സിലായില്ല. എൻ്റെ ഈ സൗന്ദര്യത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഈ വിരൂപമായിട്ട് എന്തെങ്കിലും മുഖത്തിന് സംഭവിച്ചിട്ടുണ്ടോ? വിനാഭീ കാരണേനാദ്യ കഥം ഹാസസ്യ സംഭവ സപത്നി വാ കൃതാതേന മന്യേന്യാവരവർണിനി. എന്തെങ്കിലും കാരണം കൂടാതെ കണ്ട് ഇപ്പോൾ എന്തിനാ ഈ ഭഗവാൻ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കണത്? എങ്ങനെയാണ് ഈ ചിരി ഒരു കളിയാക്കലായിട്ട് മാറിയത്? ഏതോ ഒരു സുന്ദരിയെ അദ്ദേഹം വേറെ പത്നിയായിട്ട് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു കാരണമാണോ? ഇപ്പോൾ രാധ കൃഷ്ണൻ്റെ പത്നിയാണല്ലോ, അത് വിഷ്ണുവിൻ്റെ ആയിട്ട് തന്നെ വരിക. സരസ്വതി പത്നിയാണ്, തുളസി പത്നിയാണ്, ഗംഗ പത്നിയാണ്. അപ്പോൾ ഗംഗ, രാധ, തുളസി, സരസ്വതി, ലക്ഷ്മി പത്നിമാർ കുറേ ഉണ്ട് വിഷ്ണുവിനെ. മറ്റേ 16,008 കൃഷ്ണൻ്റെ മാത്രമാണ്. അപ്പം അങ്ങനെയല്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ഇവിടെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ ലെവലേശം ചിന്തിച്ചിട്ടില്ല. ഇവിടെ ചിന്തിച്ചത് എന്താണ്? ഹാലാഹല ദൈത്യന്മാരെ വധിച്ചപ്പോൾ അത് ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് എന്നാണ് ഇവിടെ ഉണ്ടായത്. അത് ലക്ഷ്മിക്ക് അറിയും, പക്ഷെ പറഞ്ഞില്ല എന്നുള്ളൂ. തത കോപയുധാ ജാത മഹാലക്ഷ്മി തമോ ഗുണ താമസീതോ തഥാ ശക്തിസ്തസ്യ ദേഹേ സമാവിശൽ. അതുകൊണ്ട് ആ ലക്ഷ്മി ദേവി അപ്പോൾ തന്നെ തമോ ഗുണരൂപിയായിട്ടുള്ള കാളിയുടെ പ്രഭാവം ആ ലക്ഷ്മിയിൽ അങ്ങോട്ട് പ്രവേശിച്ചു. സത്വരജസ്തമോ ഗുണങ്ങൾ നമ്മിലൊക്കെ ഉണ്ടേ, എപ്പോഴത് ഉണരുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ താമസി ശക്തി ദേവിയുടെ ദേഹത്ത് വന്നു. ആ സമയത്ത് ഒരു ആവേശം പോലെ പറഞ്ഞു പോയി എന്നർത്ഥം. എന്ത്? കേനജൽ കാലയോഗേന ദേവകാര്യാർത്ഥസിദ്ധയെ പ്രവിഷ്ട താമസി ശക്തിസ്തസ്യാദേഹേതി ദാരുണ. ഏതെങ്കിലും ഒരു കാലത്ത് കാലനിയോഗമനുസരിച്ച് ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്യന്തം ദാരുണമായിട്ടുള്ള താമസി ശക്തി ആ ദേഹത്ത് പ്രവേശിച്ചത്, ലക്ഷ്മിയുടെ ദേഹത്ത് പ്രവേശിച്ചത്. താമസ്യ അവിഷ്ടദേഹ സാ ചുഗോപാതിശയം തഥാ ശനകൈ സമുവാചേതമിതം പതതു തേ ശിരാം. താമസി ശക്തി അങ്ങോട്ട് ശരീരത്തിൽ കയറിക്കൂടിയപ്പോൾ പിന്നെ കാമത്തിന് കണ്ണ് കണ്ടുകൂടാ, ക്രോധത്തിന് കണ്ണ് കണ്ടുകൂടാ. അപ്പോൾ ആ ലക്ഷ്മി ദേവി അത്യന്തം കുപിതയായിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താ അത്? അങ്ങയുടെ ഈ ശിരസ് വീണു പോകട്ടെ.
അപ്പോൾ ഇവിടെ തല പോയി എന്നാണ് പറഞ്ഞത്. നമ്മുടെ ലൗകിക കാര്യത്തിൽ വരുമ്പോൾ ഭാര്യയെ ഭർത്താവോ ഭർത്താവ് ഭാര്യയെയോ ഒരു കാരണവശാലും കളിയാക്കിയിട്ടോ അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, എപ്പോഴും ഭാര്യ ചിരിച്ചും കൊണ്ടേ ഭർത്താവിൻ്റെ അടുത്തേക്ക് വരാവൂ എന്ന്. ഭർത്താവ് ഭാര്യയുടെ അടുത്തേക്കും അതേപോലെ വരാവൂ. അപ്പം ഇങ്ങനെ അല്ലാതെ കണ്ട് സംഭവിക്കുമ്പോൾ ഈ രജസ്തമോ ഗുണങ്ങൾ പുറത്തേക്ക് വരും. അവനവൻ്റെ തന്നെ നാശം ആണ് സംഭവിക്കുക. ദേഷ്യം വിചാരിച്ചിട്ട് ഇടത്തെ കൈയിനെ വലത്തെ കൈയെ അടിക്കുക, മടാളുകൊണ്ട് വെട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദുഃഖം ഇങ്ങനെ ഉണ്ടാവുക. ആ കൂട്ടത്തിലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു കാരണവശാലും നമ്മുടെ ഈ പതി പത്നി ഭാവത്തിൽ ഈ ചീത്ത വിഷയങ്ങളൊന്നും വിചാരങ്ങളൊന്നും വരാൻ പാടില്ല. മനസ്സിനെ നിയന്ത്രിക്കണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഭർത്താവിനെ കണ്ടാൽ ചിരിച്ചും കൊണ്ട്, ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചും കൊണ്ട്, കുറേ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കോപം കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷമാണ് ഇവിടെ വരണമെന്ന് വെച്ചാലും ഇവിടെ വന്ന് അതാണ് തീരണം. അങ്ങനെയാണ് വേണ്ടത്. അതല്ല വെച്ചാൽ ഇതേപോലെ സംഭവിക്കും. ഇവിടെ എന്താ ലക്ഷ്മി പറഞ്ഞത്? വീണു പോകട്ടെ നിന്തല പതതു തേ ശിര. അപ്പോൾ താമസിശക്തി ഇങ്ങോട്ട് കയറി ലക്ഷ്മിയുടെ ഭാവം സാത്വിക ഭാവം മാറി കുറച്ച് ചുണ്ടിയെടുത്തു. അങ്ങയുടെ ശിരസ് വീണു പോകട്ടെ. എപ്പോഴാച്ച അപ്പോ എന്നുള്ളതാട്ടോ, ഇപ്പോഴല്ല പറഞ്ഞു. സ്ത്രീ സ്വഭാവാച്ച ഭാവിത്വാത് കാലയോഗാൽ വിനർഗത അവിചാര്യ തദാദത്ത ശാപ സ്വസുഖനാശന. സ്ത്രീ സഹജമായിട്ടുള്ള സ്വഭാവമാണ് വികാരത്തിന് അടിമപ്പെടൽ. അതുമാത്രമല്ല ക്ഷമ പിന്നില്ല, അപ്പളെ പ്രതികരിക്കും. അപ്പം അതുകൊണ്ട് ഇത് സംഭവിച്ചേ തീരൂ എന്നുള്ള സ്ഥിതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ യോജിച്ച കാലം ഇവ കൊണ്ടെല്ലാം തൻ്റെ തന്നെ സുഖം നശിപ്പിക്കുന്നതായിട്ടുള്ള ശാപം അപ്പോൾ തന്നെ ലക്ഷ്മിയാൽ നൽകപ്പെട്ടു. ഇത് നമുക്ക് വിനാശകാലെ വിപരീത ബുദ്ധിയായിട്ട് വരും. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോൾ കാണുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരണം. ഈ ചിറി വരണം. അങ്ങനെ സന്തോഷത്തോടു കൂടിയുള്ള ചിരിയ, ഹാസത്തോടുള്ള കൂടിയുള്ള ചിരിയല്ല വേണ്ടത്. ഇത് സ്ത്രീ സ്വഭാവമാണ്. ഇതാണ് സ്ത്രൈണത. അത് ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ സംഭവിക്കരുത് എന്ന് കോപം പൂണ്ട് തമോ രൂപയായി തീർന്നു ലക്ഷ്മിയാൽ താമസി ശക്തി അന്നേരം അദ്ദേഹത്തിലും ഏറിനാൾ. ദുഷ്കാല വൈഭവം കൊണ്ട് വിനാശകാലെ വിപരീത ബുദ്ധി. ദുഷ്കാല വൈഭവം കൊണ്ട് സുരകാര്യ അർത്ഥമായുമേ ഉഗ്രയാം താമസീ ശക്തി ആവേശിച്ചതു ലക്ഷ്മിയിൽ. താമസീ ശക്തി സമ്പർക്കം കൊണ്ട് കോപാന്ധയായി രമ പതുക്കെ ചൊന്നിതീവണ്ണം വീണു പോകട്ടെ നിന്തല. സ്ത്രീ സ്വഭാവം കാലയോഗം ഭാവിത്വം ഇവയാൽ രമ ഒന്നും ഓർക്കാതെ താൻ നൽകി ശാപം സ്വസുഖനാശനം. അപ്പോൾ സ്വന്തം സുഖമാണ് നഷ്ടപ്പെടുക. വൈധവ്യത്തേക്കാൾ സപത്നി ദുഃഖം കഠിനമായവൾ ഓർത്തുപോയി തന്നുൾക്കളത്തിൽ തമ ഏൽക്കയാൽ. അപ്പം ഇതാണ് സപത്നി ദുഃഖം, വലിയ ദുഃഖം. 2 ഭാര്യമാരുണ്ട് വെച്ചാൽ കുടുങ്ങി എന്ന് സാരം. അതാണ് സപത്നി സംഭവം ദുഃഖം വൈധവ്യാത് അധികം ദ്വിതി വിചിന്യ മനസേത്യുക്തം താമസി ശക്തിയോഗത. ഇപ്പോൾ വൈധവ്യത്തേക്കാൾ കഠിനമാണ് സപത്നി ദുഃഖം. ഇത് ഓർത്തുകൊണ്ടാണ് താമസി ശക്തി കാളി സ്വരൂപിണി കോപം ആയിട്ട് വന്നത്. ആ പ്രേരണ കാരണം കൊണ്ട് വീണുപോകട്ടെ നിന്തല പറഞ്ഞു. ഇനിയോ അസത്യം സാഹസം വ്യാജം മൂഢത്വം അതിലോഭവും അശുദ്ധി നിർദ്ദയത്വം സ്ത്രീ ദോഷം ഏവം നിസർഗജം അനൃതം സാഹസം മായ മൂർഖത്വം അതിലോഭത അശൗചം നിർദ്ദയത്വം ശാസ്ത്രീയനാം ദോഷ സ്വഭാവജാം. ഇപ്പം ഇത് വ്യാഖ്യാനിക്കുന്നില്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. സ്ത്രൈണത എന്നുള്ളത് നുണ പറയണ്ട. അത് സ്ത്രീ സ്വഭാവമാണ്. സ്ത്രീ സ്വച്ച പെണ്ണുങ്ങളുടെ സ്വഭാവം എന്നല്ല, ആണുങ്ങൾക്കുണ്ട്. അപ്പോൾ ആണുങ്ങളുടെ ഈ സ്വഭാവത്തിനെ സ്ത്രൈണത എന്നാ പറയുക. സാഹസം കാട്ടുക, ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളത് ചിന്തിച്ച് പറ്റിച്ചാൽ മാത്രം ചെയ്യുക എന്നതാണ് അതിൻ്റെ നിയമം. അപ്പോൾ സാഹസം എന്നുള്ളത് സ്ത്രൈണതയാണ്. ഇല്ലാത്തത് പറയുക, ഒരിക്കലും പറയരുത്. മൂഢത്വം, മൗഢ്യം വരിക, ആലസ്യം വരിക, ഇതൊക്കെ സ്ത്രൈണതയുടെ ഭാവം, അതൊക്കെ തമോ ഗുണ. അതേപോലെ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുക, വിവേകമില്ലാതെ കണ്ട്, വിചാരം വിശകലനം ചെയ്യാതെ കണ്ട്, വിവേകമില്ലാതെ കണ്ട് പറയുക, പ്രവർത്തിക്കുക, അത് ചെയ്യാൻ പാടില്ല. അതൊക്കെ സ്ത്രൈണതയാണ്. പിന്നെ എന്ത് കിട്ടിയാലും പോരാ എന്നുള്ള അതിലോഭം. ലോഭമായാൽ തന്നെ സഹിക്കാൻ വയ്യ, അപ്പം അതിലോഭാച്ചാലോ
1000 കിട്ടിയാൽ പോരാ, 10,000 വേണമെന്ന് പറയും. അതാണ്. പിന്നെ ശുദ്ധിയില്ലായ്മ വളരെ പ്രധാനമാണ്. മനഃശുദ്ധിയില്ല, ദേഹശുദ്ധിയില്ല, പരിസരശുദ്ധിയില്ല, സംഘശുദ്ധിയില്ല, വാക്ക് ശുദ്ധിയില്ല, പ്രവൃത്തി ശുദ്ധികളില്ല. ഇത് വലിയ പ്രശ്നമാണ്. സ്ത്രൈണതയാണ് കാരണം. ലക്ഷ്യശുദ്ധി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പം ശുദ്ധി വളരെ പ്രധാനമാണ്. തപസ്, ശുദ്ധി, ദയ, സത്യം 4 കാര്യങ്ങൾ ധർമ്മത്തിൻ്റെ പാദങ്ങളാണ്. ആ ധർമ്മപാദങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കുക തന്നെ വേണം. അത് സ്ത്രൈണത ഉണ്ടെങ്കിൽ പാലിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മനസ്സിനെ ഈ സ്ത്രീയുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത് എങ്കിലും പുരുഷത്വത്തെ സ്വീകരിക്കണം. അത് ശാരീരികമായിട്ടല്ല, മാനസികമായിട്ടുള്ള പുരുഷത്വത്തെ സ്വീകരിക്കണം. അവനെ പുംസം പുംസാം എന്നൊക്കെ പറയണില്ലേ, ജീവൻ എന്നുള്ള അർത്ഥമാണ്. പുംസഹ ജീവൻ, ഇതാണ്. അത് ആണിലും പെണ്ണിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ശുദ്ധി വേണം. ദയയില്ലായ്മ, സ്വതേ അമ്മയായിക്കഴിഞ്ഞാൽ ദയ ഉണ്ടാവുന്ന. ഇന്ന് അമ്മമാർക്കും ഇല്ല ദയ. മാതൃഭാവത്തിലെത്തിക്കഴിഞ്ഞാൽ ദയ വരുന്ന. മാതൃഭാവത്തിലെത്തിക്കഴിഞ്ഞാൽ, കാരണം തൻ്റെ മക്കളെ പോലെ തന്നെ മറ്റുള്ള മക്കളെയും തൻ്റെ മക്കളായിട്ട് കാണാൻ സാധിക്കും. അതാണ് മാതൃത്വം. ആ മാതൃത്വ ഭാവമൊന്നുമില്ല. തൻ്റെ മക്കൾക്ക് ബാക്കിയുള്ളതൊക്കെ കൊടുക്കും, വേണ്ടതൊക്കെ കൊടുക്കും, വേണ്ടാത്തതും കൊടുക്കും. പക്ഷേ അന്യരുടെ മക്കൾക്ക് ഇവിടെ ആവശ്യമില്ലാച്ചാലും അവർക്ക് കൊടുക്കില്ല വെച്ചാലോ. ദയ വേണം, നിർബന്ധമാണ്. അപ്പോൾ ഇത് സ്ത്രൈണത ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ സംഭവിക്കും. ആണ് പെണ്ണ് ലിംഗം അതിൽ വ്യത്യാസമില്ല. ഈ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ ഈ സ്ത്രീകളാണ്. മീശ പിരിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. അനൃതം, സാഹസം, മായ, മൂർഖത്വം, അതിലോഭത, അശൗചം, നിർദ്ദയത്വം ച സ്ത്രീണാം ദോഷ സ്വഭാവജ. അസത്യം, സാഹസം, വ്യാജം, മൂഢത്വം, അതിലോഭവും, അശുദ്ധി, നിർദ്ദയത്വം സ്ത്രീ ദോഷമേവം നിസർഗജം. ശാപത്താല ശിരസ് ഉപ്പുകടലിൽ വീണ് താണു നിൽക്കയാം. പണ്ടേ പോലെ ശിരസായി താൻ തീർപ്പൻ ഞാൻ വസുദേവനെ. ഇതൊക്കെ പറയണത് അമ്മയാണ് കേട്ടോ, മഹാദേവിയാണ്. സശീർഷം വാസുദേവം തം കരോമ്യദ്യ യഥാപുര. ശിരോസ്യ ശാപയോഗേന നിമഗ്നം ലവണാം ബുധൗ. ശാപം കൊണ്ട് ആ ദേഹത്തിൻ്റെ ശിരസ് ഉപ്പുകടലിൽ, മഹാവിഷ്ണുവിൻ്റെ ഈ ശിരസ് ഉപ്പുകടലിൽ കിടക്കുകയാണ്, താണുപോയി. ആ വാസുദേവനെ ഞാൻ സശിരസ്കനായിട്ട് മാറ്റുന്നുണ്ട് എന്ന് പറയാണ്. ഇനി രണ്ടാമത്തെ കാരണം പറയാണ്. അന്യച്ച കാരണം കിഞ്ചിൽ വർത്തതേ സുരസത്തമാ ഭവതാം ച മഹത് കാര്യം ഭവിഷ്യതി എന്ന സംശയ. അല്ലയോ ദേവശ്രേഷ്ഠന്മാരെ, ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാരണമുണ്ട്. എന്താ അത്? ആ കാരണം കൊണ്ട് വലുതായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും സംശയമില്ല. അത് ഹയഗ്രീവന്റെ വിഷയമാണ്. വേറെയും കാരണം തെല്ലുണ്ട്, ഈ വിധം വന്നു ചേരുവാൻ നിങ്ങൾക്കുമുണ്ടാം വൻ കാര്യലാഭമൊന്നും ഇതിനാൽ ധ്രുവം. ഹയഗ്രീവാഖ്യനായി ഉഗ്രവീര്യനാം ഒരു ദാനവൻ പുരാ സരസ്വതി തീരത്ത് ആരംഭിച്ചു കൊടുന്തപം. ഹ്രീം എന്നേകാക്ഷരമാ മന്ത്രം മായാബീജം ജപിച്ചവൻ ആഹാരമെന്നിയ ഭോഗങ്ങളെല്ലാം വിട്ടേകചിത്തനായി ധ്യാനിച്ചു. വാണാൻ എൻ താമസാകാരം ഭൂഷണാഞ്ജിതം 10,000 ആണ്ടേവം ഉഗ്രധ്യാനം നടത്തവേ തൽ സകാശത്തിലൊടുവിൽ അവൻ ധ്യാനിക്കും. അവ്വിധം താമസം രൂപവും കൈക്കൊണ്ട് അണഞ്ഞാളിവൾ വിദ്രുതം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. എങ്ങനെയാ? സിംഹവാഹനയായി ചെന്നു കനിഞ്ഞിങ്ങനെയോതിനാൻ. അതാണ് എവിടുന്ന് വാക്ക് നോക്കാം. അപ്പോൾ നോക്കാം. ഹയഗ്രീവൻ എന്നുള്ളൊരു അസുരൻ എന്നെ അന്ന് കാളി രൂപത്തിൽ ധ്യാനിച്ചു, തപസ് ചെയ്തു. ഞാനന്ന് കാളിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ കാളിക്ക് വരം കൊടുത്തു. ഇതൊക്കെ പറയാൻ പോവാ. എന്താ അത്? പുരാ ദൈത്യോ മഹാബാഹു ഹയഗ്രീവോതിവിശ്രുത തപശ്ചക്രേ സരസ്വത്യാസ്തീരേ പരമദാരുണം. പണ്ട് മഹാപരാക്രമിയായിട്ടുള്ള അതിപ്രസിദ്ധനായിട്ടുള്ള ഹയഗ്രീവൻ എന്ന പേരായിട്ടുള്ള ഒരു അസുരൻ സരസ്വതി നീരത്ത് അതികഠിനമായിട്ടുള്ള തപസ് തുടങ്ങി. എങ്ങനെയാണ് കഠിനമായിട്ടുള്ള തപസ് ഉണ്ടായത്? ജപന്നേകാക്ഷരം മന്ത്രം മായാബീജാത്മകം മമ നിരാഹാരോജിതാത്മാ ച സർവഭോഗ വിവർജിത ധ്യായൻ മാം താമസീം ശക്തിം സർവഭൂഷണഭൂഷിതാം ഏവം വർഷസഹസ്രം ച തപശ്ചക്രേതിദാരുണം. ഹ്രീം എന്ന മഹാമായാബീജ മന്ത്രത്തോടു കൂടിയിട്ട് എൻ്റെ ഈ ഏകാക്ഷര മഹാബീജ മന്ത്രം ജപിക്കുക. നിരാഹാരനായിട്ട്, മനസ്സിനെ അടക്കിയിട്ട്, ശമതമങ്ങളൊക്കെ ഉണ്ട്, സർവഭോഗങ്ങളും വെടിഞ്ഞു, സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള എൻ്റെ താമസീകലയായിട്ടുള്ള കാളിയെ
ഈ ഭൗതികത ഒന്നും സ്വീകരിക്കാതെ കണ്ട്, ആഹാരം പോലും കഴിക്കാതെ കണ്ട് തമോരൂപിയായിട്ടുള്ള എന്നെ ധ്യാനിച്ചു, തപസ് ചെയ്തു. അങ്ങനെ 1000 വർഷം അതികഠിനമായിട്ടുള്ള കൃച്ഛ തപസ്സാണ് ചെയ്തത്. തദാഹം താമസം രൂപം കൃത്വാ തത്ര സമാഗത ദർശനേ പുരതസ്യാധ്യാതം തത്തേന യാദൃശം. അപ്പോൾ അവൻ എങ്ങനെയാണോ ധ്യാനിച്ചത് ആ വിധത്തിലുള്ള താമസരൂപം കൊണ്ട് കാളി രൂപത്തിൽ ദർശനം നൽകാനായിട്ട് ഞാൻ അവൻ്റെ മുന്നിലെത്തി. സിംഹോപരിസ്ഥിതാ തത്ര തം അവോചം ദയാന്വിത വരം ബ്രൂഹി മഹാഭാഗ ദദാമി തവ സുഹൃതാം. എന്താ വരം വേണ്ടത് ചോദിച്ചു. സിംഹവാഹിനിയായിട്ടാണ് ചെന്ന്, കാളിയായിട്ട് ഈ സിംഹത്തിൻ്റെ പുറത്ത് അവിടെ ചെന്നു. എന്നിട്ട് എന്താ വരം വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഇത് ശ്രുത്വാ വജോ ദേവ്യ ദാനവ പ്രേമപൂരിത പ്രദക്ഷിണം പ്രണാമം ചകാര ത്വരിതസ്തത. ദേവിയുടെ വാക്ക് കേട്ടപ്പോൾ അസുരൻ, ദേവീനെയായിട്ട് നോക്കി കഥയൊക്കെ പറയണത് അമ്മേനെയാണ്. ആ ദേവി അന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അസുരൻ വളരെ ഭക്തിയോട് കൂടിയിട്ട് പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു അമ്മയെ. എന്നിട്ട് പറഞ്ഞു, ദൃഷ്ട്വാരൂപം മദീയം സ പ്രേമോത്ഫുല്ല വിലോചന ഹർഷാശ്രുപൂർണ്ണ നയനസ്തുഷ്ടാവാസ ചമാം തദാ. അപ്പം ആ സമയത്ത് എൻ്റെ ഈ കാളി രൂപത്തെ കണ്ടപ്പോൾ ഭക്തി കൊണ്ട് അവൻ്റെ കണ്ണ് വികസിച്ചു, നിറഞ്ഞു, സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് എൻ്റെ കാലമൊക്കെ കഴുകി. ഏതായാലും അവൻ നന്നായിട്ട് സ്തുതിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. എന്താ അത്? സിംഹവാഹനയായി ചെന്നു തൽ സകാശത്തിലൊടുവിൽ അവൻ ധ്യാനിക്കും അவ்விധം താമസൻരൂപവും കൈക്കൊണ്ടണഞ്ഞാളിവൾ വിദ്രുതം. സിംഹവാഹനയായി ചെന്നു കനിഞ്ഞിങ്ങനെയോതി ഞാൻ, വരിച്ചാലും മഹാഭാഗ വരം നൽകുന്നതുണ്ടു ഞാൻ. ദേവിതൻ വാക്യം ഈ വണ്ണം കേട്ട് ഭക്തി പുരസരം പ്രദക്ഷിണം ചെയ്ത് ദൈത്യൻ പ്രണമിച്ചതു ദേവിയെ. എൻ രൂപം കണ്ട ആദരത്താൽ വിടർന്ന നയനത്തോടും ഹർഷാശു തൂകിയും കൊണ്ടു വാഴ്ത്തി ദാനവനായകൻ. ഇനി സ്തുതിക്കുകയാണ്. സ്തുതി തുടങ്ങിയല്ലോ. അപ്പോഴേക്ക് മതി സ്തുതിച്ചത് മതി, നിനക്ക് എന്താ ആവശ്യം നീ പറഞ്ഞത് തരാം എന്ന് പറഞ്ഞ് അമ്മ സ്തുതിപ്പിച്ചില്ല. അതർത്ഥം. കൂപ്പുന്നേൻ ഞാൻ മഹാമായേ സൃഷ്ടി സ്ഥിത്യന്തകാരിണി കാമമോക്ഷപ്രദേ ഭക്താനുഗ്രഹം നൽകിടം ശിവേ. പഞ്ചഭൂതങ്ങളാം വായു ഭൂമി നീർവാനും അഗ്നിയും തദ്ഗുണങ്ങളുമെല്ലാം നീ നിമിത്തം ജാതമായി ശിവേ. മൂക്കും നാവും കണ്ണും തൊലി ചെവി എന്നിവയും തഥാ കർമ്മേന്ദ്രിയങ്ങളും നിന്നിൽ നിന്നുണ്ടായി സർവമംബികേ. 3 ശ്ലോകയെ സ്തുതിച്ചുള്ളൂ. ഹയഗ്രീവോവാച നമോ ദേവി മഹാമായേ സൃഷ്ടിസ്ഥിത്യന്തകാരിണി ഭക്ത അനുഗ്രഹ ചതുരേ കാമദേ മോക്ഷദേ ശിവേ. അമ്മയെ മഹാമായേ, മഹാദേവി, സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായിട്ടുള്ള അമ്മ ഭക്താനുഗ്രഹ തൽപരയാണ്, കാമപ്രദയാണ്, മോക്ഷപ്രദയാണ്, മംഗളകാരിണിയാണ്. അമ്മയ്ക്ക് നമസ്കാരം. ധരാംബുതേജ പവന പഞ്ചാനാം ച കാരണം ത്വം ഗന്ധരസരൂപാണാം കാരണം സ്പർശശബ്ദയോ. ഭൂമി, പഞ്ചഭൂതങ്ങൾ, പൃഥിവി, തേജോ, വായു, ആകാശ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണം അവിടുന്നാണ്. അതിൻ്റെ തന്മാത്രയായിട്ടുള്ള ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം, ഈ 5 പഞ്ച തന്മാത്രകളും അമ്മയാണ്, കാരണം ആണ് എന്നർത്ഥം. എന്നുവെച്ചാൽ ഈ വിഷയങ്ങളാണ് ഈ കാരണം. ഈ കാരണങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ മഹാമായായിട്ടുള്ള അമ്മയാണ് ഈ കാരണം ഭൂമിയുടെ ഈശ്വരീ ശക്തിയാണ് ഗന്ധം, അത് അമ്മയാണ്. അതാണ് കാരണസ്വരൂപയാണ്. കാര്യം ഭൂമി, കാരണം ഈ ഗന്ധം, അതാണ്. ഘ്രാണം ച രസന ചക്ഷുസ്ത്വക് ശ്രോത്രം ഇന്ദ്രിയാണി ച കർമ്മേന്ദ്രിയാണി ചാന്യാനി ത്വത്ത സർവം മഹേശ്വരി. മൂക്ക്, നാക്ക്, കണ്ണ്, ത്വക്ക്, കാത്, ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കാല്, കയ്യ്, നാവ്, അതേപോലെ വായു, ഉപസ്ഥം, ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ. ഹേ മഹേശ്വരി, അങ്ങിൽ നിന്നാണല്ലോ ഉണ്ടായത് എന്ന് പറഞ്ഞു വെച്ചു 3 ശ്ലോകങ്ങളെ കൊണ്ട്. ഇവിടെ ഇപ്പോൾ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും തന്മാത്രകളും എങ്ങനെ പറഞ്ഞു വെച്ചു. പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മ തന്നെയാണ് എന്നും പറഞ്ഞു വെച്ചു. ദേഹം കിട്ടുന്നതും 24 തത്വങ്ങളിലേക്ക് ഇനി മനസ്സിലേക്കാണ് കടക്കാൻ പോകേണ്ടത്. ആ മനസ്സിലൊന്നും പറയാൻ നിന്നില്ല. അതിൻ്റെ മുന്നേ അമ്മ പറഞ്ഞു, ശ്രീദേവി വാച കിം തേ ഭീഷ്ടം വരം ബ്രൂഹി വാഞ്ചിതം യദ് ദദാമി തത് പരിതുഷ്ടാസ്മഭക്ത്യാ തേ തപസാ ച അദ്ഭുതേന ച. നിനക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഈ വരം എന്താണെന്ന് വെച്ചാൽ പറയൂ, അത് ഞാൻ നൽകാം. നിന്റെ ഭക്തി കൊണ്ടും അത്ഭുതാവഹമായിട്ടുള്ള തപസ് കൊണ്ടും ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. മതി സ്തുതിച്ചത് തന്നെ. അമ്മ സൂത്രം പ്രയോഗിച്ചു. ഇനി ചില കാരണങ്ങളൊക്കെ ഉണ്ട്.
ദേവി, നിന്നിഷ്ടവരം എന്തെന്നായി കഥിച്ചാലും തരുന്നു ഞാൻ. സന്തുഷ്ടയായേ നിന്നു ഉഗ്ര തപോഭക്തിയിൽ കൊണ്ടു ഞാൻ. സ്തുതി പൂർത്തിയാകുമ്പോഴേക്കും ആലോചിക്കാനുള്ള ഭക്തിയും ശക്തിയൊക്കെ കിട്ടും. അപ്പോൾ നിർദേവത്വം എന്നൊക്കെയാണ് ഇനി പറയാൻ പോവുക. അപ്പം അതിന് ലേശം കൂടി വ്യത്യാസം വന്നു. വേദങ്ങളൊക്കെ തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, ദേവന്മാരില്ലാണ്ടേ ആവണം, വേദങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടണം. ഇതിന് വേണ്ടിയിട്ടാണ് ബ്രാഹ്മണരെ തൊട്ടുള്ള പശുക്കളെ, ബ്രാഹ്മണരെ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയാൻ പോണത്. ദേവി, നിന്നിഷ്ടവരം എന്തെന്നായി കഥിച്ചാലും തരുന്നു ഞാൻ. സന്തുഷ്ടയായ നിന്നു ഉഗ്ര തപോ ഭക്തികൾ കൊണ്ടു ഞാൻ. ഹയഗ്രീവൻ, അമ്മേ, മരണമെന്നുള്ളതെന്നും ഇല്ലാത്ത യോഗിയും സുരാസുര വിജേതാവുമാക്കി തീർക്കണമെന്നെ നീ. എനിക്ക് മരണം വേണ്ട. ആദ്യം പറഞ്ഞത് ഇതാ. എന്താ പറഞ്ഞത് ഹയഗ്രീവൻ? യഥാമേ മരണം മാതർ ന ഭവേ തഥാ ഗുരു ഭവേയം അമരോ യോഗി തഥാ ജേയസുരാസുരയും. അമ്മ, എനിക്ക് മരണം വേണ്ട, ഞാൻ മരിക്കരുത്. യോഗിയും ദേവാസുരന്മാരാൽ അജയ്യനുമായി തീരണം. എനിക്ക് ദേവാസുരന്മാരെ യുദ്ധം ചെയ്യാതെ കണ്ട് തന്നെ തോൽപ്പിക്കാൻ പറ്റണം. ഋഷിമാരെ പോലെ എല്ലാ ജ്ഞാനവും വേണം, മരിക്കരുത്. ശ്രീദേവി അപ്പോൾ പറഞ്ഞു, ജനിച്ചാൽ മരണം തീർച്ച, മരിച്ചാൽ ജന്മവും തഥാ. ഇതുതാൻ ലോകമര്യാദ, മറിച്ചാവുന്നതെങ്ങനെ? ഏവം മരണകാര്യം നീ ഉറപ്പിച്ച് അസുരോത്തമാവുള്ള ചിന്തിച്ച് മറ്റിഷ്ടപ്പെട്ടതാം വരമോതുക. ശ്രീദേവി പറഞ്ഞു ഹയഗ്രീവനോട്, എന്താ പറഞ്ഞ? ജാതസ്യ ഹി ധ്രുവം മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച മര്യാദ ചേത് ച ഈദൃശീ ലോകേ ഭവേത് ച കഥമന്യഥ. ജനിച്ചവന് മരണമുണ്ട് തീർച്ച, അതുപോലെ മരിച്ചവന് ജനനമുണ്ട്. ഇതാണ് ലോക മര്യാദ, ലോക സ്വഭാവം. അത് ഞാനെങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ആക്കാൻ പറ്റും? അതൊന്നും എനിക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കില്ല. ഏവം ത്വം നിശ്ചയം കൃത്വാ മരണേ രാക്ഷസോത്തമ വരം വരയ ചേഷ്ടം തേ വിചാര്യ മനസാകില. അല്ലയോ രാക്ഷസോത്തമ, മരണത്തെ സംബന്ധിച്ചിട്ടുള്ള വസ്തുത ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വരം വേണിച്ചാൽ വാങ്ങിക്കോളൂ, ഞാൻ തരാം. ഹയഗ്രീവോപാവച ഹയഗ്രീവാച്ചമേ മൃത്യുർനാന്യസ്മാത് ജഗദംബികെ യതി മേ വാഞ്ചിതം കാമം പൂരയസ്വ മനോഗതം. അപ്പോൾ പറഞ്ഞു, അമ്മേ, എനിക്ക് ഹയഗ്രീവനിൽ നിന്നല്ലാതെ കണ്ട് മറ്റൊരാളിൽ നിന്നും മരണം ഉണ്ടാവാൻ പാടില്ല. ഇതാണ് എൻ്റെ ആഗ്രഹം, അത് സാധിപ്പിച്ചു തന്നോളൂ. ഇപ്പോൾ വരബലമുണ്ട്, ശരീരബലമുണ്ട്, മനോബലമുണ്ട്, പലതും അധികമാണ് മറ്റുള്ളവരേക്കാൾ. ഹയഗ്രീവനായിട്ട് കുതിരയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു കുതിര വന്നിട്ട് വേണച്ചെന്നെ കൊന്നോട്ടെ. എല്ലാ യോഗ്യതയുമുള്ള ഇയാളെ മറ്റൊരു കുതിര കൊല്ലില്ല. ഇതാണ് അയാൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ തഥാസ്തു പറഞ്ഞു അമ്മേ. പിന്നെ വരണം, ആരാ വരിക എന്നുള്ളത് ഇപ്പോൾ ഈ അസുരനെ അറിയില്ലല്ലോ. ഹയഗ്രീവൻ പറയാണ്, ഹയഗ്രീവൻ ഒഴിച്ച് അന്യൻ എന്നെ പാടില്ല കൊല്ലുവാൻ. ഇതാണൻ വാഞ്ചിതം ദേവി നൽകിയാലും മനോഗതം. ശ്രീദേവി, പോവാം ഗേഹം മഹാഭാഗ, രാജ്യം പാലിക്ക വേണ്ട പോൽ. ഹയഗ്രീവൻ ഒഴിഞ്ഞ അന്യൻ നിന്നെ കൊല്ലില്ല നിശ്ചയം എന്നവന് വരം നൽകി മറഞ്ഞാൾ ജഗദംബിക. അവനും സ്വാലയം പോകി പരമാനന്ദമഗ്നനായി. അമ്മ അത് അനുഗ്രഹിച്ച് കൊടുക്കുകയും ചെയ്തു. അതാണ് ശ്രീദേവി വാച. എന്താ പറഞ്ഞത്? ഗൃഹം ഗച്ഛ മഹാഭാഗ കുരു രാജ്യം യഥാസുഖം. ഹയഗ്രീവാദ് ഹൃദേ മൃത്യു നേ നൂനം ഭവിഷ്യതി. ഭാഗ്യശാലിയായിട്ടുള്ള ഭക്തനായിട്ടുള്ള ഹയഗ്രീവ അസുര, ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് പോയിക്കോളൂ. എന്നിട്ടോ യഥാസുഖം രാജ്യം ഭരിച്ചോളൂ. ഹയഗ്രീവൻ അല്ലാതെ കണ്ട് നിന്നെ മറ്റൊരാൾ കൊല്ലില്ല, അത്രയല്ലേ വേണ്ടൂ, ഉറപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ഇതീതത്വരം തസ്മാത് അന്തർധാനം ഗതാ തഥാ മുദം പരമികാം പ്രാപ്യ സോപി സ്വഭവനം ഗത. ഇങ്ങനെ വരം നൽകിയിട്ട് ദേവി അവിടെ നിന്നും മറഞ്ഞു. അതിനുശേഷം വരം ലഭിച്ചത് കൊണ്ട് അത്യധികം സന്തുഷ്ടനായിക്കൊണ്ട് ആ അസുരനും കൊട്ടാരത്തിലേക്ക് പോയി. സ പീഡയതി ദുഷ്ടാത്മാ മുനീൻ വേദാംശ സർവശ ന കോപി വിദ്യതേ തസ്യാഹന്താദ്യാഭുവനത്രയേ. ആ അസുരൻ ഹയഗ്രീവൻ വരം മേടിച്ചത് കൊണ്ട് എത്രത്തോളം മത്തനായി ചോദിച്ചാൽ നിശ്ചല്യ അഹങ്കാരിയായിട്ട് മുനിമാരെയും വേദങ്ങളെയും ഇതാ വല്ലാതെ കണ്ട് നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവനെ വധിക്കാൻ ഇന്ന് വേറെ ആർക്കും സാധിക്കില്ല. ഈ വിഷ്ണുവിന് കുതിരത്തല വെച്ച് ആ വിഷ്ണു ഹയഗ്രീവനായിട്ട് വന്നിട്ട് വേണം ഈ ഹയഗ്രീവ അസുരനെ വധിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ്.
ദ്രോഹിക്കയാണവൻ വേദങ്ങളെയും ഋഷിമാരെയും മുപ്പാരിങ്കലുമില്ല ആരും ആ ദുഷ്ടനെ വധിക്കുവാൻ. അതിനാൽ ആ ഹയത്തിന്റെ സുന്ദരം തലയൊന്നുടൻ ത്വഷ്ടാവു ചേർത്ത് വയ്ക്കട്ടെ വിഷ്ണുവിനുടലിൽ ദ്രുതം. അമ്മ പറഞ്ഞു, എന്ത്? തസ്മാൽ ശീർഷം ഹയസ്യാസ്യ സമുദ്ധൃത്യ മനോഹരം ദേഹേ എത്ര വിശിരോ വിഷ്ണോഹോ ത്വഷ്ട്രാ സംയോജയിഷ്യതി. അതിനാൽ മഹാമനോഹരമായിട്ടുള്ള ഒരു കുതിരയുടെ തല വെട്ടിക്കൊണ്ടുവന്ന് ആ ശിരസറ്റ് പോയിട്ടുള്ള വിഷ്ണുവിൻ്റെ ശരീരത്തിൽ ത്വഷ്ടാവ് ചേർത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഒരു കുതിരയെ കൊല്ലുക, ഒരു അശ്വമേധം ചെയ്യുക, അതാണ് വേണ്ടത്. അശ്വമേധയാഗം ചെയ്യുക. എന്നിട്ട് ആ അശ്വത്തിൻ്റെ തല ഉണ്ടല്ലോ, അത് വിഷ്ണുവിൻ്റെ ശിരസിൽ വയ്ക്കുക. ഇത് അമ്മ കൊടുത്തതായിട്ടൊരു അനുഗ്രഹമാണ് ദേവന്മാർക്ക്. ഹയഗ്രീവോധ ഭഗവാൻ ഹനിഷ്യതി തമാസ്തം ആസുരം പാവിഷ്ടം ദാനവം ക്രൂരം ദേവാനാം ഹിതകാമ്യയാം. ഹയഗ്രീവനായി തീർന്ന ആ ഭഗവാൻ മഹാവിഷ്ണു പാപിഷ്ഠനായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഈ ഹയഗ്രീവാസുരനെ ദേവഹിതത്തിനു വേണ്ടിയിട്ട് വധിച്ചുകൊള്ളും. ഏവം ഹയഗ്രീവനായി ചമഞ്ഞ ഹരി കൊന്നിടും ക്രൂരനാമ പാപി തന്നെ ദേവന്മാർ തൻ സുഖത്തിനായി അസുരനെ കൊന്നോളും. ഇനിയോ സൂതം പറയാണ്, സുരന്മാരോടേവമോദി സർവാണി വിരമിക്കവേ പാരം സന്തുഷ്ടരായി വിണ്ണോർ വിശ്വകർമാവോടോദിനാർ വിഷ്ണുവിന് ശേഷമൊപ്പിച്ചു സുരകാര്യം നടത്തുനി ഹയഗ്രീവൻ വിഷ്ണു പിന്നെ ആ പാപിയെ ഹനിച്ചിടും. സൂതം പറയാണ്, എന്താ? ഹയഗ്രീവോധ ഭഗവാൻ ഹനിഷ്യതി തം ആസുരം പാപിഷ്ടം ദാനവം ക്രൂരം ദേവാനാം ഹിതകാമ്യയാം. ഹയഗ്രീവനായിട്ട് തീർന്ന ഭഗവാൻ മഹാവിഷ്ണു ഈ പാപിയായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ആ അസുരനെ ദേവഹിതത്തിന് വേണ്ടിയിട്ട് വധിച്ചോളും. പിന്നെയോ സൂതോവാച ഏവം സുരാം സദാ ഭാഷ്യ സർവാണി വിരരാമഃ ദേവാസ്തദാതിസന്തുഷ്ടാഃ തം ഊജുഹു ദേവശില്പിനം. സർവമംഗളകാരിണിയായിട്ടുള്ള ദേവി ദേവന്മാരോട് ഇങ്ങനെ പറഞ്ഞു. എന്ത്? ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തുഷ്ടരായിട്ടുള്ള ദേവി ദേവന്മാര് ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവിനോട് ഇങ്ങനെ പറഞ്ഞു. സുരന്മാരോടേവ മോദി സർവാണി വിരമിക്കവേ പാരം സന്തുഷ്ടരായി വിണ്ണോർ വിശ്വകർമാവോടോ അതിനാൽ വിഷ്ണുവിന് ശീർഷം ഒപ്പിച്ച് സുരകാര്യം നടത്തുനി ഹയഗ്രീവൻ വിഷ്ണു പിന്നെ ആ പാപിയെ ഹനിച്ചിടും. ദേവാവൂജു കുരുകാര്യം സുരാണാം വൈ വിഷ്ണോഹോ ശീർഷാഭിയോജനാം ദാനവപ്രവരം ദൈത്യം ഹയഗ്രീവോ ഹനിഷ്യതി. വിഷ്ണുവിൻ്റെ ശരീരത്തിൽ ഈ കുതിരയുടെ ശിരസ് ചേർത്ത് അങ്ങ് ദേവകാര്യം നിറവേറ്റണം വിശ്വകർമാവേ എന്ന് പ്രാർത്ഥിച്ചു ദേവന്മാർ. പിന്നീട് ഹയഗ്രീവനായി തീർന്ന ആ ഭഗവാൻ അസുരമുഖ്യനായിട്ടുള്ള ഈ മഹാഭാവിയായിട്ടുള്ള ഹയഗ്രീവനെ കൊന്നോളും വധിച്ചോളും ഇങ്ങനെ പറഞ്ഞു. സൂതോവാച ഇതി ശ്രുത്വാ വചസ്തേഷാം ത്വഷ്ടാ ച അതിത്വരാന്വിത വാജിശീർഷം ചകർത്താശു ഖഡ്ഗേന സുരസന്നിധൗ. ദേവന്മാരിങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ വിശ്വകർമാവ് ആ ത്വഷ്ടാവ് അതിവേഗം തന്നെ ദേവന്മാരുടെ മുമ്പിൽ വെച്ച് വാളുകൊണ്ട് ഒരു കുതിരയുടെ തല വെട്ടിയെടുത്തു. സൂതൻ അവരെ വങ്കധിച്ചപ്പോൾ ചിക്കെന്ന ശില്പി സത്തമൻ ദേവന്മാർ തൻ മുന്നിൽ വെച്ച കുതിര തല വെട്ടിന വിശ്വകർമാവ് ത്വഷ്ടാവാണ്. 12 ആദിത്യന്മാരിൽ ഒരാളാണ്. ആര്യമാവിനെ പോലെ 12 ആദിത്യന്മാരിൽ ഒരാളാണ്. ഇന്ദ്രൻ 12 ആദിത്യന്മാരിൽ ഒരാളാണ്. വാമനൻ 12 ആദിത്യന്മാരിൽ ഒരാളാണ്. വിഷ്ണോ ശരീരേ തേനാശു യോജിതം വാജിമസ്തകം ഹയഗ്രീവോ ഹരിർജാതോ മഹാമായ പ്രസാദത സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അതാ വിഷ്ണുകബന്ധത്തിൽ ഒട്ടിച്ചാശു നിർത്തവേ മഹാമായ പ്രസാദത്താൽ ഹയഗ്രീവനുമായി ഹരി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആ ത്വഷ്ടാവ് വിശ്വകർമാവ് ഈ കുതിരയുടെ തല വെട്ടിയെടുത്ത് അതിവേഗം തന്നെ ആ മഹാവിഷ്ണുവിൻ്റെ ഉടലിനോട് ചേർത്ത് യോജിപ്പിച്ചു. അമ്മയുടെ പ്രസാദം കൊണ്ട് ആ അനുഗ്രഹം ഈ വിഷ്ണുവിന് ജീവൻ ഉള്ളതാക്കി തീർത്തു. ഹയഗ്രീവൻ എന്നുള്ള അവതാര സ്വരൂപം ഭഗവാനാൽ സ്വീകരിക്കപ്പെട്ടു. കിയതാതേന കാലേന ദാനവോ മദദർപ്പിത നിരഹസ്തരസാ സംഖ്യേ ദേവാനാം റിപുഹു ഓജസ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും മദമത്തനായിട്ടുള്ള ദേവശത്രുവായിട്ടുള്ള ഈ ഹയഗ്രീവാസുരനെ ഭഗവാൻ ഹയഗ്രീവമൂർത്തി യുദ്ധമധ്യത്തിൽ സംഹരിക്കുകയും ചെയ്തു.
കടലിൻ്റെ ഉള്ളിലാന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും തെല്ലുനാൾക്കിടയിൽ പിന്നെ പോരിലേറ്റ സുരാരിയെ ഹനിച്ചു ഭഗവാൻ ഗർവം ചീർത്തോരാ ദാനവേന്ദ്രനെ. അപ്പം ഇങ്ങനെ അമ്മ അനുഗ്രഹിച്ചു. ലക്ഷ്മിയുടെ പതിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ ശിരസ് നഷ്ടപ്പെട്ടു. വിശ്വകർമാവിനാൽ കുതിരയുടെ തല വെട്ടിക്കൊണ്ടുവന്ന് ഈ വിഷ്ണുവിൻ്റെ ഉടലിനോട് ചേർത്ത് വയ്ക്കാൻ അമ്മ നിർദ്ദേശിച്ചു. വിശ്വകർമാവ് തൊഷ്ടാവ് 12 ആയത്തിന്മാരിൽ ഒരാൾ വിഷ്ണുവിൻ്റെ ഉടലിലേക്ക് ഒരു കുതിരയുടെ തല കൊണ്ടുവന്ന് ചേർത്തു. അതിന് അമ്മ ജീവൻ വെപ്പിച്ചു. ആ ഹയഗ്രീവനായിട്ടുള്ള മഹാവിഷ്ണു ഈ ഹയഗ്രീവാസുരനെ യുദ്ധമധ്യത്തിൽ വധിക്കുകയും ചെയ്തു. യൈദം ശുഭമാഖ്യാനം ശൃണ്വന്തു ഭുവി മാനവ സർവദുഃഖ വിനിർമുക്താഹ തേ ഭവന്തി എന്ന സംശയ. അപ്പോൾ ഭൂമിയിൽ ഈ അതിശുഭമായിട്ടുള്ള ഈ കഥ ആരാണോ കേൾക്കുന്നത്, പറയുന്നത്, പറയിക്കുന്നത്, അവർക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തരായി തീരാൻ സാധിക്കും. ഈ ശുഭാഖ്യാനം ഈ മഞ്ഞിൽ കേൾപ്പതേത് ഏതുമാനവർ ദുഃഖങ്ങളെല്ലാം തീർന്നോരായി തീരും ആയവർ നിർണയം. പാപങ്ങൾ പോക്കും ശ്രീദേവി ചരിതം പരിഭാവനം കേൾപ്പോർക്കും നുകരുന്നോർക്കും സർവസമ്പത്തും എത്തിടും. ഹയഗ്രീവാവതാരം എന്ന 5-ാം അധ്യായം സമാപ്തം. മഹാമായ ചരിത്രം ച പവിത്രം പാപനാശനം പഠതാം ശൃണ്വതാം ചൈവ സർവസമ്പത്തികാരകം. മഹാമായയുടെ ഈ അതിപാവനമായിട്ടുള്ള ഈ ചരിത്രം, ഈ ഹയഗ്രീവ അവതാരം, സരസ്വതി അവതാരം, ഹയഗ്രീവനെ വധിക്കുന്നതായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ലീല, അമ്മയുടെ അനുഗ്രഹം ഇപ്രകാരത്തിൽ ദേവന്മാർക്ക് കൊടുത്ത് സ്വസ്ഥതയെ കൊടുത്തു എന്നുള്ള ഈ കഥ ആരാണോ പറയുന്നത്, കേൾക്കുന്നത്, അവർക്ക് എല്ലാവിധ സുഖങ്ങളും സമ്പത്തും ഐശ്വര്യവും ശ്രീയും ഒക്കെ ഉണ്ടാവും, ജ്ഞാനവും ഉണ്ടാവും. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ 5-മോധ്യായ സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തന ശ്രീ മഹാദേവ്യൈ നമ. 3-ാമത്തെ കാര്യം ഇവിടെ ഗോപ്യമായിട്ട് വെച്ചേക്കാണ്. അത് ഹയഗ്രീവൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭഗവാൻ കുതിരയായിട്ടുള്ള ലക്ഷ്മിയിൽ ഏകവീരനെ സൃഷ്ടിക്കുന്നത്. ഹൈഹയ വംശ സ്ഥാപനം നടക്കുന്നതും ഈ കഥ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇനിയും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഥകൾ ഉണ്ടാവും. അത് ചിലതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, മുഴുവൻ പറയാനല്ല സാധിക്കുന്നില്ലല്ലോ. അങ്ങനെയാണ്. ഇനി 6, 7, 8, 9 അധ്യായങ്ങളിലായിട്ട് മധുകൈടഭവധം ദേവീ മഹാത്മ്യത്തിലെ ആദ്യത്തെ കഥ. മധു കൈടഭൻ 2 അസുരന്മാരെ മഹാവിഷ്ണുവിനെ കൊണ്ട് ഭദ്രകാളി കൊല്ലിക്കുകയാണ്. ബ്രഹ്മാവിനെ കൊല്ലാൻ ചെന്നതായിട്ടുള്ള ഈ ആദ്യ അസുരന്മാരെ, വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന് ചെപ്പിക്കാട്ടുന്നുണ്ടായിട്ടുള്ള 2 അസുരന്മാർ. ചതി, കൈതവൻ വെച്ചാൽ ചതിയാണ്, മധു വെച്ചാൽ മധു അഹങ്കാരമാണ്. ഈ അഹങ്കാരവും ചതിയെയും ഇല്ലാതെയാക്കി. വിഷ്ണു ഉപാസന മതി, ഭദ്രകാളി ഉപാസന മതി, ഭദ്രകാളിയാൽ ഇപ്രകാരം അത് ചെയ്യാൻ സാധിക്കും. ഭദ്രം കലയതൈതി ഭദ്രകാളി. ആ കഥകളാണ് 4 അധ്യായമായിട്ട് പറയുന്നത്. എന്നിട്ട് ക്രമേണയായിട്ട് നാളെ പറയാം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തന ശ്രീ മഹാദേവ്യൈ നമ, ശ്രീ മഹാകാള്യൈ നമ. ഇപ്പോൾ പ്രഥമസ്കന്ധത്തിൽ 5 അധ്യായമാണ് കഴിഞ്ഞത്. ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് ശ്രവിക്കാം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തന ശ്രീ മഹാദേവി നമ. നമ ശിവായ, നമ ശിവായ, നമ ശിവായ. ശ്രീ ഗുരുവായൂരപ്പ തരമംഗലത്തെ ദേവരേ ശരണം. നാരായണ നാരായണ.